ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ കേക്ക് 2.5 കിലോൻ്റെ 2 ടയർ കേക്കാണ് കേട്ടോ. ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞക്കാട്ടിൽ മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മണ്ണുള്ളത് ടോപ്പറായിട്ട് വെച്ചപ്പോൾ അത്ര അങ്ങോട്ട് ലുക്ക് തോന്നിയില്ല. അതെടുത്ത് നടുവിൽ വെച്ചിട്ട് ടോപ്പറായിട്ട് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തപ്പോൾ അടിപൊളി ലുക്ക് തോന്നിട്ടോ. ഈ കേക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമറുടെ ഓർഡർ തന്നെയാണ്. നമുക്ക് വർഷങ്ങളായി 6 വർഷമായിട്ട് നമുക്ക് കേക്കിൻ്റെ ഓർഡർ തരുന്ന സ്ഥിരം കസ്റ്റമറിൻ്റെ ഓർഡർ തന്നെയാണ്. അവരെ കേക്കുകളൊന്നും നമുക്ക് പുറത്ത് പോകാറില്ല. നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് അവർ ഓർഡർ തരാറും ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കും ഓഫർ പറഞ്ഞിട്ട് നല്ല റേറ്റ് കുറവിൽ കേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഓരോരുത്തരടുത്ത് കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ പറയാറുണ്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് നല്ല ഓഫറിൽ കേക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ അത്ര റേറ്റ് എന്താ കുറയ്ക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ കേക്ക് റേറ്റ് കുറച്ചിട്ടൊന്നുമല്ല, നമ്മൾ സാധാ റേറ്റിൽ തന്നെയാണ്, കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല, സാധാ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം ഞാൻ സ്ഥിരമായിട്ട് അതേ റേറ്റിന് തന്നെ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഓഫറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറായിട്ട് കിട്ടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ നമ്മളിതാ കണ്ടില്ലേ, 2.5 കിലോൻ്റെ കേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2.25 കിലോനും കൂടുതലാണ് ഉള്ളത്. കടയിലൊന്നും അതങ്ങനെയൊന്നും കിട്ടില്ല. ആ റേറ്റ് അവർ ഒരു 100 ഗ്രാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ 50 ഗ്രാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ റേറ്റ് കൂട്ടിയെടുക്കാറുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് അവർ സെയിലിന് വെച്ച് 3, 4 അല്ലെങ്കിൽ ഒരാഴ്ചയും 2 ആഴ്ചയ്ക്കും ദിവസം കഴിഞ്ഞതാണ് അവർ ഓഫറായിട്ട് അവർ കൊടുക്കുന്നത്. അതുപോലെ നമുക്കത് പറ്റില്ല. നമുക്ക് ഓർഡർ കിട്ടിയാൽ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പിലത്തെ കേക്കും നമ്മുടെ കേക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചിലവാകാത്ത കേക്കുകൾ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഏതാ ഓർഡർ കിട്ടും. നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് കേക്ക് ചോദിച്ചാൽ നമുക്ക് കേക്കുകൾ കൊടുക്കാനുണ്ടാവില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓർഡർ നമുക്ക് തലേന്ന് തരണം, അല്ലെങ്കിൽ ജസ്റ്റ് രാവിലെ നേരത്തെങ്കിലും തരണം. രാവിലെ നേരത്തെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല. നമ്മുടെ കുബൂസിൻ്റെ പണികളും അതേപോലെ വീട്ടിലത്തെ പണികളും മോളെ സ്കൂളിലേക്ക് വിടാനും അങ്ങനെ ആകെ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ തലേന്നോ അല്ലെങ്കിൽ എത്ര ദിവസം മുമ്പാണെങ്കിൽ അവർ ഓർഡർ ചെയ്താൽ അതിനനുസരിച്ച് തലേന്ന് ഞാൻ ഫ്രഷായിട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ കേക്ക് യെല്ലോ കേക്ക് 2 ഒരേപോലത്തെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് വാങ്ങുന്ന സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഒരാൾ. അത് അവർക്ക് പിന്നെ മറ്റേ ആൾക്ക് 2 പേർക്കും വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകം ഡെക്കറേഷനൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നോസിലും കൊണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അതേ മോഡലൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കേക്ക് കണ്ടിട്ട് പറഞ്ഞു ഇതുപോലെ ജസ്റ്റ് ഒരു നോസിലും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ചെയ്തിട്ടാണ് കൊടുത്തത്. പ്രത്യേകിച്ച് എന്താ പറയുക, വീട്ടിൽ കഴിക്കാനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊന്നുമല്ല, ബർത്ത്ഡേ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരു ഡെക്കറേഷനും വേണ്ട, ഇതേപോലെ സിമ്പിളായിട്ട് മതി പറഞ്ഞിട്ട് അപ്പോൾ 2 കേക്കും അതേപോലെ ചെയ്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ. കേക്ക് വൈറ്റ് ഗനാഷ് ഒഴിച്ച ശേഷം ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് കൊടുത്ത്, അത് പ്രത്യേകിച്ച് അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം വൈറ്റ് ചോക്ലേറ്റും അതേപോലെ അതിൻ്റേതായ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് നല്ലോണം ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത്.